ബുള്ളറ്റ്മാനുമാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ 12ാമത്തെ ദിവസമാണ്. വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ടതുപോലെ തന്നെ ഈശ്വർ മാൽപേ തന്നെ ഏറ്റവും വലിയ മുങ്ങൽ വിദഗ്ധനും അതുപോലെ തന്നെ നേവികരും എല്ലാം കൂടിയിട്ട് ഇന്ന് തെരച്ചിൽ തുടരുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയാൻ സാധിച്ചത് പുഴയിലേക്ക് ഇറങ്ങി ഒരു വട്ടം കയറ് പൊട്ടി എങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം. നമുക്ക് പ്രതീക്ഷ തന്നെയാണ് തരുന്നത് അദ്ദേഹം. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പേര് ഇപ്പോഴാണ് കേൾക്കുന്നതെങ്കിലും കൂടിയിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മുങ്ങൽ വിദഗ്ധനും അതുപോലെ തന്നെ ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് മാത്രമല്ല കർണാടക ഗവൺമെൻറ്റും നമ്മുടെ കേരള സർക്കാരും അവരോടൊപ്പം തന്നെ ഉണ്ട്. ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരവസ്ഥയല്ല ഇപ്പോൾ കാണുന്നത്. വളരെ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾ പ്രേക്ഷകരായിട്ട് കാണിക്കുന്നത്. കാരണം എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകൾ കാത്തിരിക്കുന്നുണ്ടാകും. കാരണം നമ്മൾ 1-2 വീഡിയോ അവിടുത്തെ ഒരു യാഥാസ്ഥികത കാണിച്ചു തന്നതുകൊണ്ട് നമ്മളൊരു വീഡിയോ കാണുന്നവർ ഒരുപാട് ആളുകൾ കമൻറ്റ് മുഖേനയും അതുപോലെ തന്നെ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായി മാനുക്ക ലാസ്റ്റ് അപ്ഡേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കണ്ടെത്താൻ പറ്റും. എത്ര ഒഴുക്കാണെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് അതിന് ചെങ്ങാടം അതുപോലെ തന്നെ റോപ്പ് അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിന് കഴിയാവുന്ന വിദ്യകളൊക്കെ അദ്ദേഹം സംഘവും കൂടെ നേവിയും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കർണാടക MLA അതുപോലെ തന്നെ കർണാടക SP എല്ലാവരും ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മളെ കേരളത്തിലെ MP അതുപോലെ തന്നെ റിയാസ് എന്ന മന്ത്രി അദ്ദേഹവും അവിടെയുണ്ട്. മറ്റ് MLA-മാരായിട്ടുള്ള ആളുകളും അവിടെയുണ്ട്. കേരളത്തിൻ്റെ ഒരുവിധം ആളുകൾ, അത് റെസ്ക്യൂ ടീം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ കേരളീയരായ മലയാളികളായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന അതുപോലെ തന്നെ കർണാടകത്തിലും നിങ്ങൾക്കറിയാം അർജുനെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ. കാരണം ഈ ഒരു വിഷയം ഇത്രത്തോളം ഇഷ്യൂ ആയതുകൊണ്ട് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മൾ അർജുന സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ വാർത്ത അറിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, എന്ത് തന്നെയായാലും നമുക്ക് കിട്ടുന്ന വിധി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് എന്ത് തന്നെയായാലും ഞാൻ പറയുന്നു, ഈ അർജുൻ എന്ന വ്യക്തിയും ആ ഒരു കുടുംബവും എന്തോ ഒരു എന്താ പറയുക സൽക്കർമ്മം ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും അധികം പ്രാർത്ഥനകൾ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഒരു സാധാരണക്കാരൻ ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. കാരണം പ്രാർത്ഥനകൾ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ കേൾക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ദിവസങ്ങളോളമായിട്ട് സുജൂദിൽ കിടന്നിട്ടും അതുപോലെ തന്നെ അമ്പലങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ഭക്ഷണങ്ങൾ നേർച്ചയാക്കിയിട്ട് പല രീതിയിൽ അവരോട് കഴിയുന്ന എല്ലാവിധ നേർച്ചകളും വഴിപാടുകളും എല്ലാം ചെയ്തിട്ട് ഈ ഒരു സഹോദരന് വേണ്ടിയിട്ട് നമ്മളൊക്കെ കാണുന്നതാണ്. കാരണം എല്ലാവരും ഉണരുമ്പോഴും എണീക്കുമ്പോഴും പിഞ്ചു പൈതങ്ങളെ പ്രാർത്ഥന വരെ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ പ്രായം ചെന്നവർ, കുട്ടികൾ എല്ലാവരും ഒന്നടങ്കം നമ്മൾ അർജുൻ എന്ന സഹോദരന് ഇന്നലെ ഈ ലോറിയുടെ ഉടമ പറഞ്ഞതുപോലെ എന്ത് തന്നെയായാലും നമ്മൾ അർജുന് ഏത് നിലയിലാണെങ്കിലും അദ്ദേഹത്തിന് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു കാവലുണ്ടാവും, പടച്ച തമ്പുരാൻ്റെ കാവലുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം പ്രാർത്ഥനകളാണ് ഓരോ നിമിഷവും ഓരോരുത്തരും. ഞാൻ പറഞ്ഞു, നിസ്കാരപ്പായലിരുന്നിട്ട് അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ചർച്ചുകളിൽ പോകുമ്പോഴൊക്കെ ഓരോരുത്തർ നമുക്ക് കമൻറ്റ് മുഖേന ദൈവമേ ഈശ്വര പടച്ച തമ്പുരാനെ ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണേ, എന്തായാലും കുടുംബത്തിന് ക്ഷമ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലാണുള്ളത് എല്ലാവരും. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്നോ നാളെയായിട്ട് നമുക്ക് ഒരു ശുഭപ്രതീക്ഷയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെ ലക്ഷ്മണൻ ആ ഒരു കുടുംബവും മക്കളൊക്കെ പോയിട്ടുണ്ട്. അവരുണ്ടായിരുന്ന നായയാണത്. ഇതിനെ തിരഞ്ഞ് ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായപ്പോൾ, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു നായയെ തിരഞ്ഞു പോയി. പലരും കമൻറ്റ് മുഖേന ചോദിച്ചിരുന്നു ഇതിനെ കാണാൻ പറ്റുമോ, മാനുക്ക കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു നായയെ കാണാൻ പറ്റിയിട്ടില്ല. അവിടേക്ക് നമുക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരഞ്ഞു. അവിടെയൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് കാർവാർ ഡിസ്ട്രിക്റ്റാണ്. കാർവാർ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിട്ടുള്ള കളക്ടർ നമ്മളെ കൂടെ, അതായത് ഇവരെ കൂടെ എല്ലാത്തിനും രാവും പകലുമില്ലാതെന്ന് പറയാം, രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കലും ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്.
പിന്നെ മന്ത്രിമാരാണെങ്കിലും എല്ലാവരും കർണാടകത്തിലെ പോലീസുകാരും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ള പരാതികളും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത കൊണ്ടും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടൊക്കെയാണ് വിലക്കിയിട്ടുള്ളത്. പിന്നെ ഇത് എന്തെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിന് മുന്നേ ആയിട്ട് ലോറി കിട്ടി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോൾ യഥാർത്ഥ മുഖം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ നാളെയൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അത് ലോറിയോ അല്ലെങ്കിൽ ലോറിൻ്റെ അടിയിലായിട്ട് അർജുനുണ്ടോ അല്ലെങ്കിൽ മറ്റു എന്തൊക്കെ ലോറികളാണ് ടവറുകളാണ് താഴെ ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് അതിൻ്റെ സ്പോട്ടുകളാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. അതായത് എവിടേക്കാണ് എങ്ങനെയൊക്കെ പോകാൻ പറ്റും. 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1-2 പ്രാവശ്യം പുഴയിലേക്ക് ഇറങ്ങിയെന്ന് വാർത്ത മുഖേന അറിയാൻ സാധിച്ചു. അത് പിന്നെ അവിടെ നിന്ന് നമ്മളെ സ്നേഹിതന്മാർ നമ്മൾ വിളിച്ചപ്പോഴും അറിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്യണോണ്ടാണ്, അല്ലെങ്കിൽ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. കളക്ടറുമായിട്ട് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ നടക്കുമ്പോഴായിരിക്കാം ഇത്തരം ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന സമയത്തുണ്ടാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെയാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ അർജുനെ ഓർക്കുന്നത് പോലെ മറ്റ് അതിൽ മരണപ്പെട്ടവരെയും നമ്മൾ ഓർക്കണം. കാരണം അവരൊക്കെ കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ശരവണൻ്റെ DNA ടെസ്റ്റ് പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളൊക്കെ പ്രതീക്ഷയിൽ കാത്തിരിക്കുക. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത്രത്തോളം പ്രാർത്ഥന കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രത്തോളം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറി ചെന്നിട്ടുള്ള നമ്മളൊരു അനിയനെ പോലെ, നമ്മളൊരു വീട്ടിൽ അങ്ങനെ എന്താ പറയുക അങ്ങത്തെ പോലെയായി അർജുൻ മാറിയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും കേരളത്തിലെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സംസ്ഥാനങ്ങളായി സംഭവ സ്ഥലത്ത് നടന്നിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും, ഞാനൊക്കെ അവിടെ ചെല്ലണ സമയത്ത് കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ അർജുൻ്റെ കാര്യമായിരുന്നു. എന്തായി, കിട്ടിയോ, അല്ലെങ്കിൽ അർജുൻ പോയിട്ടുണ്ടല്ലേ, കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്ത് സംഭവിക്കും എന്താണെന്ന് അറിയില്ല, എങ്കിലും കൂടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ, അവിടെ എല്ലാവരും ചുറ്റുവട്ടത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും കർണാടകത്തിൽ, കാരണം ആ സംഭവം നടന്നത് കർണാടകത്തിലായതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും, അവിടെയുള്ള പള്ളികളിലും മദ്രസകളിലൊക്കെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടുത്തെ ഒരു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ കർണാടകക്കാരാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾ മലയാളികളാണെങ്കിലും കൂടിയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ജീവനാണ്, നമ്മളെ സഹോദരനാണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടത് നമുക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് അനായാസത സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട്, മന്ദഗതിയിലാണെങ്കിലും കൂടിയിട്ട്, ഈ ഒരു അവസരത്തിൽ വളരെ പ്രതീക്ഷയിലാണ് എല്ലാവരും. അദ്ദേഹത്തിൻ്റെ ഈ സ്കൂബ ഡൈവിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെങ്ങാടം മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കഴിയുന്ന പരമാവധിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന തന്നെയാണ്. നീട്ടിപ്പരത്തി പറഞ്ഞതല്ല കേട്ടോ. കാരണം എനിക്ക് പറയാനുള്ളത് എനിക്ക് പറഞ്ഞു തീർക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയോന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്.